നമസ്കാരം, ഗ്ലോബൽ മെലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ 2025 കാലഘട്ടത്തിലും കുറേ അധികം സ്റ്റുഡൻസ് യു കെയിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള പർട്ടിക്കുലർലി സ്മോൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് വേണ്ടിയാണ് നമ്മൾ ഈ ചെറിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്യുന്നത്. യു കെയിലേക്ക് വരുന്ന സ്റ്റുഡൻസിന് 20,000-ഓളം പൗണ്ട് സ്കോളർഷിപ്പുകൾ പല യൂണിവേഴ്സിറ്റീസും അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ യു കെയിലേക്ക് വരുമ്പോൾ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് സ്കോളർഷിപ്പിൽ ലാഭിക്കാൻ സാധിക്കും. സോ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വളരെ ചെറിയൊരു ക്വസ്റ്റ്യാണ്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ യു കെയിലേക്കുള്ള സ്റ്റുഡൻസിൻ്റെ റഷ് കുറഞ്ഞതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഡിഫറൻറ്റ് സ്കോളർഷിപ്പുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ അനൗൺസ് ചെയ്ത സ്കോളർഷിപ്പ് യു കെയിലേക്ക് വരുന്ന സ്റ്റുഡൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഇന്നത്തെ ഒരു സ്പോൺസറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് യു കെയിലേക്ക് വരുന്ന സ്റ്റുഡൻസിന് അവർ അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഒരു ഏജൻസിയാണ്. ഏജൻസി എന്ന് പറഞ്ഞാൽ യു കെ വൈഡ് ട്രസ്റ്റബിളായിട്ട് ഒരുപാട് ആളുകൾ അക്കോമഡേഷൻ ബുക്ക് ചെയ്തിട്ടുള്ള, ഞാൻ തന്നെ എൻ്റെ വീഡിയോസിൽ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ആംബർ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്ക് ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണോ ഏത് സിറ്റിയിലാണോ വരുന്നത് ആ സ്ഥലത്തുള്ള അക്കോമഡേഷൻ നിങ്ങൾക്ക് ഹാസിൽ ഫ്രീ ആയിട്ട് കണ്ടുപിടിക്കാൻ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഒരു 1-to-1 കൺസൾട്ടേഷനിലൂടെ എല്ലാ ഡോക്യുമെൻറ്റേഷനും പ്രോസസ്സിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ യു കെയിലേക്ക് വരുമ്പോൾ ഡയറക്റ്റ് ട്രസ്റ്റബിളായിട്ട് ഒരു അക്കോമഡേഷനിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. സോ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആഗ്രഹമുള്ള ആളുകൾ യു കെയിലേക്ക് വരുന്ന അക്കോമഡേഷൻ നോക്കേണ്ട ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പം ഈ പല സ്കോളർഷിപ്പുകളും അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒരു കണ്ടീഷണൽ ഓഫർ ലെറ്റർ ഉണ്ടാവണം. അതുമാത്രമല്ല നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സ്കോളർഷിപ്പിന് എലിജിബിൾ എന്നുള്ളത്. അങ്ങനെ ഗവൺമെൻറ് ഫണ്ടായിട്ടുള്ളതും യൂണിവേഴ്സിറ്റി ഫണ്ടായിട്ടുള്ളതുമുള്ള ഒരുപാട് സ്കോളർഷിപ്പുകൾ യു കെയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ആദ്യത്തെ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് UCL യൂണിവേഴ്സിറ്റി ഓഫ് സെൻട്രൽ ലങ്കാഷെയറിൻ്റെ ഗ്ലോബൽ മാസ്റ്റർ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന സ്കോളർഷിപ്പാണ്. ഈ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു കണ്ടീഷണൽ ഓഫർ ലെറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാൻ സാധിക്കും. അത് മാസ്റ്റർ സ്കോളർഷിപ്പിന് ഗ്ലോബലി ഉള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇതിന് 15,000 പൗണ്ട് വരെ സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും 15,000 പൗണ്ട് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ട്യൂഷൻ ഫീസും കവർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ എത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ യു കെയിലേക്ക് വരുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു ഫീസ് കവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ്. അത് ഫൈനാൻഷ്യലി നല്ലൊരു സപ്പോർട്ടാണ്. അതുമാത്രമല്ല ലോവർ ഇൻകം ബാക്ക്ഗ്രൗണ്ടുകളിലുള്ള സ്റ്റുഡൻസിനാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യ അതിനകത്ത് ഒരു എലിജിബിൾ കൺട്രിയിലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ UCL നിങ്ങൾ പഠിക്കാൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലോബൽ മാസ്റ്റർ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ സ്കോളർഷിപ്പുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാം. അതുമാത്രമല്ല യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിൽ പഠിക്കാൻ വരുവാണെങ്കിൽ ഗ്ലോബൽ ഫ്യൂച്ചർ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ സ്കോളർഷിപ്പ് ഉണ്ട്. ഇതിനകത്താണെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡിക്കും മറ്റേത് മാസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഇത് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡിക്കും അതുമാത്രമല്ല പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡിക്കും ഏകദേശം 8,000 പൗണ്ട് വരെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടാം. അത് ബേസ്ഡ് ഓൺ യുവർ പ്രൊഫൈലാണ്. അതുമാത്രമല്ല നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും. പക്ഷേ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും യു കെയിലേക്ക് വരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ 8,000 15,000 പൗണ്ട് എന്നൊക്കെ പറഞ്ഞ് സാധാരണ എല്ലാ യൂണിവേഴ്സിറ്റികളും 1,000-2,000 പൗണ്ടൊക്കെ എല്ലാവർക്കും സ്കോളർഷിപ്പ് കൊടുക്കാറുണ്ട്. പക്ഷേ ഇത്ര ഹ്യൂജ് എമൗണ്ട് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. നമ്മളെ ഫൈനാൻസുകൾ മാനേജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിസ്റ്റൽ. അതിനകത്ത് തിങ്ക് ബിഗ് സ്കോളർഷിപ്പ് എന്നാണ് ആ സ്കോളർഷിപ്പിൻ്റെ പേര്. ഇതിനകത്താണെങ്കിൽ യു കെയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ജനറസ് ആയിട്ടുള്ളൊരു സ്കോളർഷിപ്പാണ്. കാരണം 20,000 പൗണ്ട് വരെയാണ് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനും അതുപോലെ മാസ്റ്റർ സ്റ്റുഡൻസിനും കൊടുക്കുന്നത്. സോ അപ്പോൾ ഒബ്വിയസ്ലി അവിടെ ഫീസും അതിനനുസരിച്ച് ഡിഫറൻസ് ആയിട്ടായിരിക്കും. പക്ഷേ എന്നാലും ഈ പറയുന്ന പോലെ നല്ലൊരു എമൗണ്ട് ഇന്ത്യയിലെ ആളുകൾക്ക് വേണ്ടി. അപ്പോൾ അതിന് പേര് തിങ്ക് ബിഗ് സ്കോളർഷിപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി SOPയും വേണം, അതുപോലെ റെഫറൻസ് ലെറ്റേഴ്സും ഒക്കെ വേണം. ഓൾറെഡി ഓഫർ ലെറ്റർ വന്ന സ്റ്റുഡൻസിനാണ്, കണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്ന സ്റ്റുഡൻസിനാണ് ഈ പറഞ്ഞ സ്കോളർഷിപ്പുകൾക്ക് എല്ലാം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ഇതിനെല്ലാം അതിൻ്റേതായ ഡെഡ് ലൈനുകളുണ്ട്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകളൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതിൻ്റെ ഡെഡ് ലൈനുകൾ എന്താണ് അവസാനിക്കുന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യു കെയിലേക്ക് വരുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ വളരെ ചെറിയൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ എന്നാലും യു കെയിലേക്ക് വരുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളോട് അറിഞ്ഞിരിക്കുന്നത് ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്. സോ അതിൻ്റെ ഡെഡ് ലൈൻ ഉള്ള സമയം നിങ്ങൾ അവരുടെ വെബ്സൈറ്റുകളിൽ നോക്കിയിട്ട് കറക്റ്റ് സമയത്ത് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതാണ് മെയിനായിട്ടും ഈ ഇന്നത്തെ വീഡിയോയുടെ ഒരു രത്ന ചുരുക്കം. ഈ 3 യൂണിവേഴ്സിറ്റികളും നല്ല യൂണിവേഴ്സിറ്റികളാണ്. അതുമാത്രമല്ല ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആംബർ സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. യു കെയിലേക്ക് വരുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ സമയത്ത് ഒരു ട്രസ്റ്റബിളായിട്ടുള്ള അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് പറ്റിക്കപ്പെടാറുണ്ട്. ഒരുപാട് പേർക്ക് ആവശ്യമില്ലാതെ കാശ് കൊടുത്ത് ഇവിടെ വരുമ്പോൾ വീടില്ലാത്ത സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ഒത്തിരി പേര് നമ്മളെ വിളിക്കുകയും കോൺടാക്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. സോ വർഷങ്ങളായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ ഞാൻ റെഫർ ചെയ്യാറുണ്ട്. ഒത്തിരി സ്റ്റുഡൻസ് അവരൊരു
അക്കോമഡേഷൻ എടുത്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സോഴ്സാണ് ആംബർ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത്. സോ അവർ ത്രൂ അക്കോമഡേഷൻ എടുക്കാനോ അവരുടെ ഡീറ്റെയിൽസ് ചെക്കൗട്ട് ചെയ്യാനോ ഞാൻ ലിങ്കിലോ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തിട്ടുള്ള ലിങ്ക് നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. UK വരാനിരിക്കുന്ന ചെറിയ മൈനോറിറ്റി ഗ്രൂപ്പുള്ള സ്റ്റുഡൻസിനെങ്കിലും ഇത് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ അതിൻ്റെ ഒപ്പം ഇതിന് വളരെ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് പ്രശ്നം മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനിയൊരു വീഡിയോയിലാണെന്ന് വരെ ഗുഡ് ബൈ.